ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മുട്ടപ്പുളിയുടെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. സാധാരണ മുട്ട മസാലക്കറി പോലെയൊക്കെ വയ്ക്കാറുണ്ട് അല്ലേ? ഇതിൽ പുളിയൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഒരു ചട്ടിയിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകം, പെരിഞ്ചീരകം, കുരുമുളക് ചേർത്തിട്ട് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം തോല് കളഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്തിട്ട് അതിൻ്റെ കളർ ഒന്ന് മാറി തുടങ്ങുമ്പോഴത്തേനും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ചെറുതാക്കി അരിയണമെന്നൊന്നുമില്ല, എങ്ങനെയായാലും ഇത് അരച്ചെടുക്കാൻ പോകുന്ന കൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് റാൻഡം ആയിട്ടാണ് ഞാൻ സവാള കട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആ സവാള പാകത്തിന് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം മസാലപ്പൊടികളൊക്കെ ചേർക്കുകയാണ്. അതിനായിട്ട് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർക്കുകയാണ്. കുരുമുളക് ഇട്ടിരിക്കുന്ന കാരണം മുളക് പൊടി നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കേട്ടോ. പിന്നെ മല്ലിപ്പൊടി കുറച്ച് അധികം തന്നെ ആവശ്യമുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറിയതും ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതേ ചട്ടിയിലേക്ക് ഞാൻ കുറച്ചുകൂടി എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഈ ഒരു പരിവായതും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്തിട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. കുഴഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ആറാൻ വെച്ചിരുന്നില്ലേ, ആ കൂട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതും മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളവും പിന്നെ പാകത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അത് പിഴിഞ്ഞ വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് 4 മുതൽ 5 മിനിറ്റ് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോഴത്തേനും ഈ പുളിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടും. ഇപ്പോൾ അത് അവിടെ ഏകദേശം 5 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ പുളിയുടെ പച്ചമണമൊക്കെ പോയിട്ട് നമുക്ക് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. മുട്ട പൊട്ടിച്ചിട്ട് അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്. അടച്ച് വെച്ചിട്ട് സിമ്മിൽ വെച്ച് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മുട്ടയുടെ ഒരു ഭാഗം ഇപ്പോൾ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും. ഇനി ആ മേലെ കിടക്കുന്ന ഭാഗം കൂടി വേവണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും 5 മിനിറ്റ് സിമ്മിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ അത് 5 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ മുട്ടയൊക്കെ വെന്തിട്ട് പാകത്തിന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കറി കുറച്ചൊരു ഗ്രേവി ടൈപ്പിലാണ് ഇരിക്കുന്നത്. പിന്നെ ഈ പുളിയൊക്കെ ചേർത്തിരിക്കുന്ന കാരണം നമ്മൾ ഉടനെ സെർവ് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് ഉച്ചയ്ക്കോ വൈകുന്നേരമോ ഒക്കെ കഴിക്കുമ്പോൾ മസാലയൊക്കെ ഇറങ്ങിയിട്ട് കറിക്ക് ഒന്നുകൂടി സ്വാദ് കൂടും. പിന്നെ ഇത് ചോറിൻ്റെയോ ചപ്പാത്തിയുടെയോ എന്തിൻ്റെയോ കൂടെ വെച്ചാൽ നിങ്ങൾക്ക് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.